Hi, I welcome all the aspirants who are preparing for UGC NET Psychology. അപ്പം ഈ ഒരു ലെസണിൽ നമ്മൾ സിലബസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സൈക്കോളജി മെയിൻ പേപ്പറിന്റെ സിലബസ്, അതിലെ ടോപ്പിക്സ് എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് എന്ന് നമുക്ക് ക്വിക്ക് ആയിട്ടൊന്ന് നോക്കാം. Now, one thing that you need to keep in mind is syllabus is very important and the key to success for any exam എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം സിലബസ് നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുമ്പം വി വിൽ ഹാവ് എ വെരി ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് എവിടം വരെ പഠിക്കണം, എന്താണ് നമ്മൾ പഠിക്കേണ്ടത്, വാട്ട് ഇസ് ഇറ്റ് ദാറ്റ് വി ക്യാൻ എക്സ്പെക്ട് ഫോർ ദി എക്സാം എന്നുള്ളതൊക്കെ നമുക്ക് ആ സിലബസിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ സൈക്കോളജിയെ സംബന്ധിച്ചിടത്തോളം, ആ മെയിൻ പേപ്പറിനെ സംബന്ധിച്ചിടത്തോളം സിലബസിൽ 10 യൂണിറ്റ്സ് അല്ലെങ്കിൽ 10 മോഡ്യൂൾസ് ആണ് കൊടുത്തിട്ടുള്ളത്. ലെറ്റ് us see എന്താണ് ആ ആദ്യത്തെ മോഡ്യൂളിൽ പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ മോഡ്യൂളിന് കൊടുത്തിരിക്കുന്ന പേര് എമർജൻസ് ഓഫ് സൈക്കോളജി എന്നാണ്. അപ്പോ എമർജൻസ് ഓഫ് സൈക്കോളജി നമ്മളിവിടെ നോക്കുക. അപ്പൊ സൈക്കോളജിയെ ഈ ഒരു സിലബസിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നത് ജസ്റ്റ് ഒരു വെസ്റ്റേൺ സയൻസ് ആയിട്ട് മാത്രമല്ല, ഇവിടെ ഒരു ഈക്വൽ ഇമ്പോർട്ടൻസ് തന്നെ ആ ഈസ്റ്റേൺ ആൻഡ് ഇന്ത്യൻ ട്രഡീഷൻസിനും ഇവിടെ കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. എക്സാംസിനെ സംബന്ധിച്ചിടത്തോളം ഇത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ആദ്യം നമുക്ക് ആ ഒരു ഈസ്റ്റേൺ സിസ്റ്റംസ് എന്തൊക്കെയാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. അതിൽ ഭഗവത്ഗീതയുണ്ട്, ബുദ്ധിസം ഉണ്ട്, സൂഫിസം ഉണ്ട്, ഇന്റഗ്രൽ യോഗ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ഇതൊക്കെ റിലീജിയസ് ടെക്സ്റ്റുകളാണ്, അതേപോലെ സ്പിരിച്വൽ സിസ്റ്റംസും കൂടിയാണ്. എന്നാൽ സൈക്കോളജിയെ സംബന്ധിച്ചിടത്തോളം ഈ ടോപ്പിക്സ് നമ്മൾ പഠിക്കുന്നത് ഇസ് ബിക്കോസ് ദേ ഡീൽ വിത്ത് ദ മൈൻഡ്, വിത്ത് ദ സെൽഫ്, കോൺഷ്യസ്നെസ്, സഫറിങ്, കൺട്രോൾ ഓഫ് ഡിസയർ, ഡിസിപ്ലിൻ, മോട്ടിവേഷൻ ആൻഡ് ഇന്നർ ട്രാൻസ്ഫോർമേഷൻ. ഇത്രയധികം ഘടകങ്ങളുമായിട്ട് ഈ എന്താ പറയുക ഭഗവത്ഗീത, ബുദ്ധിസം, സൂഫിസം, ഇന്റഗ്രൽ യോഗ ഒക്കെ ഡീൽ ചെയ്യുന്നുണ്ട് അല്ലേ. അടുത്തത് സിലബസ് മൂവ്സ് ഓൺ ടു അക്കാഡമിക് സൈക്കോളജി ഇൻ ഇന്ത്യ. അപ്പൊ ഇവിടെ നമ്മൾ ഈ ഒരു പാർട്ട് ഹിസ്റ്റോറിക്കൽ ആയിട്ടാണ് നമ്മൾ ഇതിനെ കാണേണ്ടത്. ആ ഒരു പ്രീ ഇൻഡിപെൻഡൻസ് പീരിയഡിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ സൈക്കോളജി എന്ന് പറയുന്നത് വാസ് ഹെവിലി ഇൻഫ്ലുവൻസ്ഡ് ബൈ കൊളോണിയൽ എഡ്യൂക്കേഷൻ, അതേപോലെ വെസ്റ്റേൺ അക്കാഡമിക് മോഡൽസിനെ ബേസ് ചെയ്ത് തന്നെയായിരുന്നു അല്ലെ. ഇൻഡിപെൻഡൻസിന് ശേഷം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൈക്കോളജി എക്സ്പാൻഡഡ് ഇൻസ്റ്റിറ്റ്യൂഷണലി എന്നുള്ളത് നമുക്ക് കാണാം. ആ ഒരു 1970s അറ്റൻഷൻ ശരിക്കും ഷിഫ്റ്റ് ചെയ്തത് ടുവേർഡ്സ് റിയൽ സോഷ്യൽ ഇഷ്യൂസ് ആണ്. അത് 1980s ആയതോടുകൂടി ദ ഐഡിയ ഓഫ് ഇൻഡിജനൈസേഷൻ ബിക്കെയിം റിയലി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോ ഇതിന്റെ അർത്ഥം എന്താണ്? ആ ഒരു പീരിയഡിൽ സ്കോളേഴ്സ് ഹാവ് ആക്ച്വലി സ്റ്റാർട്ടഡ് ആസ്കിങ് വൈ ഷുഡ് ഇന്ത്യൻ സൈക്കോളജി ജസ്റ്റ് സിംപ്ലി ബോറോ എവറിഥിങ് ഫ്രം ദ വെസ്റ്റ്? കാരണം നമുക്ക് നമ്മുടേതായ ആ ഒരു കാഴ്ചപ്പാടില്ലേ. 1990s ദ ക്വസ്റ്റ്യൻ ഓഫ് പാരഡൈം ആൻഡ് ഡിസിപ്ലിനറി ഐഡന്റിറ്റി, അത് സൈക്കോളജി ഒരു ഡിസിപ്ലിൻ എന്ന ആ ഒരു ഐഡന്റിറ്റി അത് കുറെ കൂടെ സ്ട്രോങ് ആയി എന്നുള്ളതാണ്. ആൻഡ് 2000s കൂടി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ സൈക്കോളജി ആക്ച്വലി ബിഗാൻ എമർജിങ് very clearly in academia as a recognized field. ഇനി ഇവിടെ മെൻഷൻ ചെയ്തേക്കുന്ന ഇഷ്യൂസ് എന്തൊക്കെയാണ്? ഒന്ന്, കൊളോണിയൽ എൻകൗണ്ടർ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, പോസ്റ്റ് കൊളോണിയലിസം ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്, ആൻഡ് ലാക്ക് ഓഫ് ഡിസ്റ്റിങ്ക്ട് ഡിസിപ്ലിനറി ഐഡന്റിറ്റി, അതിന്റെ ആ ഒരു റീസൺസും ഒക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പോ ഇതൊന്നും സൈഡ് ടോപ്പിക്സ് ആയിട്ട് നമുക്ക് ഇതിനെ കണക്കാക്കാനായിട്ട് കഴിയില്ല, ബിക്കോസ് ദേ എക്സ്പ്ലെയിൻ സൈക്കോളജി ഇൻ ഇന്ത്യ, അല്ലെങ്കിൽ ദേ എക്സ്പ്ലെയിൻ why Indian psychology struggled between imitation and originality എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ്. ഇപ്പൊ കൊളോണിയൽ ഇൻഫ്ലുവൻസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഷേപ്പ് വാട്ട് വാസ് ടോട്ട്, എന്താണ് ആ ഒരു കാലഘട്ടത്തിൽ പഠിപ്പിച്ചിരുന്നത് എന്നുള്ളതിനെ രൂപപ്പെടുത്തിയിരുന്നത് ആ ഒരു കൊളോണിയൽ ഇൻഫ്ലുവൻസ് തന്നെയാണ്. എന്താണ് സയന്റിഫിക് ആയിട്ട് കൺസിഡർ ചെയ്തിരുന്ന ഘടകങ്ങൾ, ആൻഡ് എന്ത് മെത്തേഡ്സ് ആണ് സുപ്പീരിയർ ആയിട്ട് കൺസിഡർ ചെയ്തത്, ഇതെല്ലാം ആ ഒരു കൊളോണിയൽ ഇൻഫ്ലുവൻസിന്റെ ഭാഗമായിട്ട് അവിടെ വരുന്നത്. പോസ്റ്റ് കൊളോണിയൽ സൈക്കോളജി എന്താ പറയേണ്ടത്? ഇറ്റ് ഈസ് ആസ്കിങ് വെദർ നോളജ് സിസ്റ്റംസ് ഓഫ് ഇന്ത്യ വേ അൺഫെയർലി സൈഡ് ലൈൻഡ്. പോസ്റ്റ് കൊളോണിയൽ സൈക്കോളജിയിൽ അതാണ് മെയിൻ ആയിട്ട് നമ്മൾ നോക്കുന്നത്. ആ ഒരു ഇന്ത്യൻ സൈക്കോളജി എന്ന് പറയുന്നത് എന്താ, ഒരു ന്യായവും ഇല്ലാത്ത രീതിയിൽ അത് സൈഡ് ലൈൻഡ് ആയി പോയിരുന്നോ എന്നുള്ളത്. അതിനുശേഷം the syllabus turns into Western psychology, അല്ലെങ്കിൽ ആ ഒരു വെസ്റ്റേൺ ഡെവലപ്മെന്റ് എങ്ങനെയായിരുന്നു, അത് ഗ്രീക്ക് ഹെറിറ്റേജിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു മെഡീവൽ തോട്ടിലോട്ട് കടക്കുന്ന ആൻഡ് ഫൈനലി മോഡേൺ സൈക്കോളജിയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്.
അതിനുശേഷം വെസ്റ്റേൺ സൈക്കോളജിയുടെ പ്രധാനപ്പെട്ട സ്കൂൾസ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിൽ സ്ട്രക്ചറലിസം ഉണ്ട്, ഫങ്ഷണലിസം ഉണ്ട്, സൈക്കോ അനാലിസിസ് ഉണ്ട്, ജെസ്റ്റാൾട്ടിൻ്റെത്, ബിഹേവിയറിസം, ഹ്യൂമനിസ്റ്റിക് എക്സിസ്റ്റൻഷ്യൽ സൈക്കോളജി, ട്രാൻസ്പേഴ്സണൽ സൈക്കോളജി, കോഗ്നിറ്റീവ് റെവല്യൂഷൻ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്, ആൻഡ് ഓൾസോ മൾട്ടി കൾച്ചറലിസം. അപ്പൊ ഈ ഓരോ സ്കൂൾസും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ കോമൺ ആയിട്ടുള്ള ഒരു സംഗതി എന്ന് പറയുന്നത് ദേ ഓൾ ട്രൈ ടു ആൻസർ വൺ കോർ ക്വസ്റ്റ്യൻ, അല്ലെ? അതായത് വാട്ട് ഇസ് ദ മൈൻഡ് ആൻഡ് ഹൗ ദ മൈൻഡ് ഷുഡ് ബി സ്റ്റഡീഡ് എന്നുള്ളത്. ആൻഡ് ദെൻ വി ക്യാൻ സീ ദ ഫൗണ്ടിങ് പാത്സ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവിടെയാണ് വുണ്ട് വരുന്നത്, ഫ്രോയിഡ് വരുന്നത്, ജെയിംസ് വരുന്നത്, ഡിൽറ്റെ വരുന്നത് ഒക്കെ ഈ ഫൗണ്ടിങ് പാത്തുകളിലൂടെയാണ്. അപ്പൊ വുണ്ട് എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്? എക്സ്പെരിമെന്റൽ സൈക്കോളജി. അതേപോലെ ഫ്രോയിഡ് റെപ്രസെന്റ് ചെയ്യുന്നത് അൺകോൺഷ്യസ് ആൻഡ് സൈക്കോ അനാലിസിസ് ആണ്. വില്യം ജെയിംസിന്റെ കാര്യമോ നമ്മൾ അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വില്യം ജെയിംസ് റെപ്രസെന്റ്സ് ഫങ്ഷണലിസം, അതേപോലെ സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് എന്നുള്ളത്. ഡിൽറ്റെ ആക്ച്വലി പോയിന്റ്സ് ടുവേർഡ്സ് അണ്ടർസ്റ്റാൻഡിങ് ഹ്യൂമൻ എക്സ്പീരിയൻസ്. അത് ഹ്യൂമൻ എക്സ്പീരിയൻസ് ത്രൂ ഇന്റർപ്രിട്ടേഷൻ റാദർ ദാൻ ഓൺലി എക്സ്പെരിമെന്റ്. അപ്പൊ അവിടെ എക്സ്പെരിമെന്റ് മാത്രം പോരാ, ഇന്റർപ്രിട്ടേഷനും അവിടെ വേണം എന്നുള്ളത്. ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് സൈക്കോളജി ഒരു റൂട്ടിൽ നിന്നല്ല അത് ഉത്ഭവിച്ചത് എന്നുള്ളത്. മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഇന്റലക്ച്വൽ പാത്തിലൂടെയാണ് ആ ഒരു സൈക്കോളജി തന്നെ ഫോം ആയിട്ട് വന്നിട്ടുള്ളത്. ഇനി ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ലൈൻ കണ്ടില്ലേ? അതായത് ക്രൈസിസ് ഇൻ സൈക്കോളജി ഡ്യൂ ടു സ്ട്രിക്ട് അഡ്ഹറൻസ് ടു എക്സ്പെരിമെന്റൽ അനലിറ്റിക്കൽ പാരഡം എന്നുള്ളത്. അത് ലോജിക്കൽ എംപെറിസിസം, അല്ലെ? അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലൈനാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്ന് പറയുന്നത്, അതായത് വെൻ വെസ്റ്റേൺ സൈക്കോളജി വളരെയധികം എന്താ പറയേണ്ടത്, ലബോറട്ടറി മെത്തേഡ്സുമായിട്ട് അറ്റാച്ച് ചെയ്ത് അത് വളരെയധികം നാരോ ആയിപ്പോയി, അല്ലെ? അതേപോലെ ലോജിക്കൽ എംപെറിസിസിനും അവിടെ ഭയങ്കര അധികം പ്രാധാന്യമാണ്. അപ്പോഴാണ് ഒരുപാട് സ്കോളേഴ്സിന് ആവശ്യം തോന്നിയത്, അല്ലെങ്കിൽ അവർക്ക് തോന്നിയത് ദാറ്റ് ഇറ്റ് വാസ് ലൂസിങ് ദ റിച്ച്നെസ് ഓഫ് ലിവ്ഡ് ഹ്യൂമൻ എക്സ്പീരിയൻസസ്. മനുഷ്യന്റെ ആക്ച്വൽ എക്സ്പീരിയൻസസിന്റെ ആ ഒരു ഘടകം അവിടെ വിട്ടുപോകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവിടെ ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ആ ഒരു പാരഡംസ് അവിടെ വന്നത്. ഇൻഫ്ലുവൻസസ് അവിടെ അതിന്റെ ഭാഗമായിട്ട് അവിടെ വന്നത്. അങ്ങനെയാണ് ഇതിന് പ്രാധാന്യം കൊടുത്തു തുടങ്ങിയത്. ഫൈനലി ദ യൂണിറ്റ് ഡിസ്കസസ് എന്തൊക്കെയാണ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്? ഓണ്ടോളജി, എപ്പിസ്റ്റമോളജി ആൻഡ് മെത്തഡോളജി. ഇത് മൂന്നും ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഓണ്ടോളജിയിൽ എന്താ നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ ഓണ്ടോളജി എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വാട്ട് ഇസ് റിയാലിറ്റി, യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളത്. എപ്പിസ്റ്റമോളജിയിലോ ഹൗ ഡു വി നോ, എങ്ങനെയാണ് അത് നമുക്ക് അറിയാവുന്നത് എന്നുള്ളത്. മെത്തഡോളജി എന്താണ്? ഹൗ ഡു വി സ്റ്റഡി ഇറ്റ്, അതിന്റെ മെത്തേഡ്സ് ആണ് അതിനകത്ത് വരുന്നത്, അല്ലെ? ആൻഡ് ദെൻ വി ഹാവ് ദ വെസ്റ്റേൺ പാരഡംസ് ലൈക്ക് പോസിറ്റിവിസം, പോസ്റ്റ് പോസിറ്റിവിസം, critical perspective, social constructivism, existential phenomenology and cooperative enquiry. ഇതൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ചോദ്യങ്ങൾക്ക്, അതായത് ഈ ഓണ്ടോളജിയുടെയും മെത്തഡോളജിയുടെയും ആ ഒരു എപ്പിസ്റ്റമോളജിയുടെ ഒക്കെ ചോദ്യങ്ങൾക്ക് പല തരത്തിലുള്ള ആൻസേഴ്സ് നമുക്ക് ലഭിക്കുകയാണ്, അല്ലെ? ഇവിടെ ഇന്ത്യൻ പാരഡംസ് ഉണ്ട്, നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അതായത് യോഗ, ഭഗവത്ഗീത, സൂഫിസം, ബുദ്ധിസം ആൻഡ് ഇന്റഗ്രൽ യോഗ. ഇതൊക്കെ എംഫസൈസ് ചെയ്യുന്ന എന്താണ്? ഇറ്റ് എംഫസൈസസ് സെൽഫ് നോളജ്, ഇന്നർ എക്സ്പീരിയൻസ്, and it also shows the relation between science and spirituality. അപ്പൊ ആ ഒരു കാരണം കൊണ്ടാണ് ഈ ഒരു യൂണിറ്റ് എൻഡ് ചെയ്യുന്നത് is with the primacy of self knowledge in Indian psychology. അപ്പൊ ഇത്രയാണ് മോഡ്യൂൾ 1 നമുക്ക് നോക്കാനുള്ളത്. Now let's move on to the second module. രണ്ടാമത്തെ മോഡ്യൂളിൽ റിസർച്ച് മെത്തഡോളജി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഇതാണ് ആ ഒരു മോഡ്യൂളിന് കൊടുത്തിരിക്കുന്ന ഒരു പേര് നമുക്ക് ഇവിടെ കാണാം, അല്ലെ? അപ്പോൾ ഈ ഒരു മോഡ്യൂൾ അല്ലെങ്കിൽ ഈ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് ഇസ് ദ ഫൗണ്ടേഷൻ ഫോർ ഡൂയിങ് സൈക്കോളജി സയന്റിഫിക്കലി. സൈക്കോളജി സയന്റിഫിക്കലി എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതിന്റെ ഫൗണ്ടേഷൻസ് ആണ് പ്രധാനമായിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബിഹേവിയർ അല്ലെങ്കിൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ പേഴ്സണാലിറ്റി പഠിക്കുന്നതിന് മുന്നേ വി നീഡ് ടു നോ ഹൗ സൈക്കോളജിക്കൽ നോളജ് ഇസ് പ്രൊഡ്യൂസ്ഡ്, അല്ലെ?
അപ്പോൾ നമ്മൾ ഇനി അടുത്ത് വരുന്ന മോഡ്യൂൾസിൽ നമ്മൾ ബിഹേവിയർ, ഇന്റലിജൻസ്, പേഴ്സണാലിറ്റി ഒക്കെ പഠിക്കും. അതിനു മുന്നേ നമ്മൾ അറിഞ്ഞിരിക്കണം ഈ റിസർച്ച് മെത്തഡോളജി എങ്ങനെയാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു സൈക്കോളജിയിൽ നോളജ് പ്രൊഡ്യൂസ്ഡ് ആകുന്നത്, ആൻഡ് ആ ഒരു നോളജ് അതിന്റെ മാർഗങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ ഒരു സിലബസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് മീനിങ്, പേർപ്പസ് ആൻഡ് ഡയമെൻഷൻസ് ഓഫ് റിസർച്ച്, അല്ലെ? അത് നമുക്ക് ഇവിടെ കാണാം. ആൻഡ് പിന്നെ റിസർച്ച് എന്ന് പറയുമ്പോഴത്തേക്ക് അത് നമുക്ക് എപ്പോഴും അറിയാവുന്ന ഒരു സംഗതിയാണ്, ഒരു സിസ്റ്റമാറ്റിക് അറ്റംപ്റ്റ് ആണ്, അല്ലെ? ഏതെങ്കിലും ഒരു ചോദ്യത്തിന് ഒരു ആൻസർ കണ്ടെത്തുക എന്നുള്ളത്. അപ്പൊ അതിന്റെ പേർപ്പസ് എന്ന് പറയുമ്പോഴത്തേക്ക് ജസ്റ്റ് ഡേറ്റ കളക്ഷൻ മാത്രമല്ല, പക്ഷേ നമുക്ക് റിലയബിൾ ആയിട്ടുള്ള ആ ഒരു നോളജ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത്. ഇനി സൈക്കോളജിയിൽ റിസർച്ച് എന്ന് പറയുമ്പോഴത്തേക്ക് വി മേ ഡിസ്ക്രൈബ്, അല്ലെങ്കിൽ റിസർച്ച് മേ ഡിസ്ക്രൈബ് ബിഹേവിയർ, ഇറ്റ് വിൽ എക്സ്പ്ലെയിൻ ദ കോസസ്, ഔട്ട്കംസ് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് കഴിയും, ആൻഡ് ഇന്റർവെൻഷൻസ് നമുക്ക് ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതിനുശേഷം അതിന്റെ ആ ഒരു ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് അവിടെ വരുന്നത്. അവിടെയാണ് റിസർച്ച് പ്രോബ്ലംസ് വരുന്നത്, റിസർച്ചിലെ വേരിയബിൾസ് വരുന്നത്, ഓപ്പറേഷണൽ ഡെഫിനിഷൻസ് എന്താണ്, വാട്ട് ഇസ് ഹൈപ്പോതെസിസ്, വാട്ട് ഇസ് സാമ്പിളിംഗ് എന്നൊക്കെയുള്ളത് നമുക്ക് നോക്കേണ്ടതായിട്ട് വരിക. അപ്പോൾ റിസർച്ച് പ്രോബ്ലം എന്ന് പറയുന്നത് തന്നെയാണല്ലേ നമ്മൾ അവിടെ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇവിടെ സൈക്കോളജിയിൽ വേരിയബിൾസ് എന്ന് നമ്മൾ പറയുമ്പോഴത്തേക്ക് ദീസ് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ചേഞ്ച്, മാറ്റം വരുന്ന ഫാക്ടേഴ്സ് ഇതാണ്. ലൈക്ക് സ്ട്രെസ് ഒരു ഫാക്ടറായിട്ട് വരാം, മെമ്മറി, അച്ചീവ്മെന്റ്, അതും അല്ലെങ്കിൽ ആങ്സൈറ്റി അതിന്റെ ഒരു ഭാഗമായിട്ട് വരാം. ഇനി ഓപ്പറേഷണൽ ഡെഫിനിഷൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണ്, ഒരു കോൺസെപ്റ്റ് നമുക്കതിനെ മെഷറബിൾ ആയിട്ടുള്ള ടേംസിൽ എങ്ങനെ ഡിഫൈൻ ചെയ്യാം എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ഇന്റലിജൻസിനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ഓപ്പറേഷണലി നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാനായിട്ട് കാണും, അത് പല ടെസ്റ്റ് സ്കോറുകൾ ഉപയോഗിച്ചിട്ടായിരിക്കും അതിനെ നമ്മൾ ടെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുക, അല്ലെ? ആൻഡ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ടെസ്റ്റബിൾ പ്രഡിക്ഷൻ ആണ്. ആദ്യം ഒരു പ്രഡിക്ഷൻ അവിടെ ഉണ്ടാകുന്നത്, അതിനെ ടെസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒന്നായതുകൊണ്ടാണ് അതൊരു ഹൈപ്പോത്തസിസ് ആയിട്ട് മാറുന്നത്. ആൻഡ് സാമ്പിളിങ്ങിലൂടെ നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്, ഹൗ വി സെലക്ട് പാർട്ടിസിപ്പൻസ്, അല്ലെ? ഒരു പോപ്പുലേഷനിൽ നിന്ന് പാർട്ടിസിപ്പൻസിനെ എങ്ങനെ സെലക്ട് ചെയ്യുന്നു എന്നുള്ളത്. അതേപോലെ എത്തിക്സ് ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. എത്തിക്സ് ഇൻ കണ്ടക്ടിങ് ആൻഡ് റിപ്പോർട്ടിംഗ് റിസർച്ച്, അത് വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. കാരണം സൈക്കോളജി എപ്പോഴും ഹ്യൂമൻ പാർട്ടിസിപ്പൻസുമായിട്ട് ഡീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എത്തിക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഒട്ടും ഓപ്ഷണൽ അല്ല. ഇവിടെ ഇൻഫോംഡ് ആയിട്ടുള്ള കൺസെന്റ് ഉണ്ടാവുക, കോൺഫിഡൻഷ്യാലിറ്റി ഉണ്ടാവുക, ഒരു തരത്തിലുള്ള ഹാം ആ സബ്ജക്ട്സിന് വരാതിരിക്കുക, ഒരു ഡീബ്രീഫിംഗ് നടത്തുക, അവരെ നേരത്തെ കൂട്ടി അറിയിക്കുക വാട്ട് ഇസ് ഇറ്റ് ദാറ്റ് ഇസ് ഹാപ്പനിങ്, ആൻഡ് ഓണസ്റ്റി എസ്പെഷ്യലി എന്താ പറയേണ്ടത്, ആ ഒരു റിസർച്ചിന്റെ എല്ലാ ഘടകങ്ങളും റെസ്പോൺസിബിൾ ആയിട്ട് റിപ്പോർട്ട് ചെയ്യുന്നതിൽ കാണിക്കുന്ന ഓണസ്റ്റി ആണത്. അപ്പോൾ ഈ ഒരു സിലബസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പെസിഫിക്കലി മെൻഷൻ ചെയ്യുന്ന എത്തിക്സ് ഏതൊക്കെയാണ്, ഇൻ കണ്ടക്ടിങ് ആൻഡ് റിപ്പോർട്ടിംഗ് റിസർച്ച് എന്നുള്ളതാണ്. അപ്പോൾ അതായത് അതിനകത്ത് ആ ഒരു പ്രോസസ്സും വരുന്നുണ്ട്, അത് പബ്ലിക്കേഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്യുന്ന ആ ഒരു സമയത്തും അത് കണക്കിലെടുക്കേണ്ടതായിട്ട് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അടുത്തത് വി മൂവ് ഓൺ ടു ദ റിസർച്ച് പാരഡൈംസ്. അതിനകത്ത് ക്വാണ്ടിറ്റേറ്റീവ്, ക്വാളിറ്റേറ്റീവ് ആൻഡ് മിക്സ് മെത്തേഡ്സ് ഓഫ് റിസർച്ച് അവിടെ വരുന്നുണ്ട്. എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ഒരു ഫോക്കസ് വരുന്നത് കംപ്ലീറ്റ് ഇസ് ഓൺ നമ്പേഴ്സ്, ഓൺ മെഷർമെന്റ്, സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റിംഗ്, അതിനകത്തൊക്കെയാണ്. ക്വാളിറ്റേറ്റീവ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, അതിലൂടെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത് മീനിങ്സ്, എക്സ്പീരിയൻസസ്, അതേപോലെ കോണ്ടെക്സ്റ്റ് അവിടെ നമ്മൾ നോക്കുകയും ചെയ്യുന്നുണ്ട്, അല്ലെ? അപ്പം മിക്സ് മെത്തേഡ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് ഒരു ബ്രോഡർ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് തരുന്നതാണ് മിക്സ്ഡ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ മെത്തേഡ്സ് ദേ ആർ ഓൾസോ എന്താ പറയേണ്ടത്, വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് കുറച്ച് മെത്തേഡ്സ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് ഒബ്സർവേഷനിലൂടെ എന്താണ് ചെയ്യുന്നത്, ആ ഒരു ബിഹേവിയർ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഒബ്സർവ് ചെയ്ത് പഠിക്കുന്നു എന്നുള്ളതാണ്. സർവേസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സർവേസിൽ നമ്മൾ ക്വസ്റ്റ്യനെയർ ഉപയോഗിക്കുന്നു, ഇന്റർവ്യൂസ് ഉപയോഗിക്കുന്നു. അതേപോലെ എക്സ്പെരിമെന്റൽ റിസർച്ചിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. എക്സ്പെരിമെന്റൽ റിസർച്ചിൽ എന്താണ്, ആ ഒരു കോസ് ആൻഡ് എഫക്റ്റ് ആണ് ബേസിക്കലി സ്റ്റഡി ചെയ്യുന്നത്, ആൻഡ് ദാറ്റ് ടു ഓഫ് ദ കൺട്രോളിങ് വേരിയബിൾസ്.
അല്ലെ? അപ്പോൾ ഇതിനകത്ത് ആ ഒരു കൺട്രോളിങ് വേരിയബിൾസിന്റെ കോസ് ആൻഡ് എഫക്ട്, അതിനെ നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് വരുന്ന കോസ് ആൻഡ് എഫക്ട്. ഇനി ക്വാസി എക്സ്പെരിമെന്റൽ സ്റ്റഡീസ് ഉണ്ട്. ഇതും വളരെ സിമിലർ ആണ്, പക്ഷെ ഇവിടെ ആ ഒരു കൺട്രോൾ കുറച്ചും കൂടെ ചെറുതാകും എന്നുള്ളത് മാത്രമാണ് വരിക. അല്ലെ? ഫീൽഡ് സ്റ്റഡീസ് ഇവിടെ വരുന്നുണ്ട്. ഫീൽഡ് സ്റ്റഡീസിൽ എന്താ, ആ ഒരു നാച്ചുറൽ സെറ്റിങ്സിൽ ബിഹേവിയർ എന്താണെന്ന് പഠിക്കാനാണ് ഫീൽഡ് എന്താ പറയേണ്ടത് സ്റ്റഡീസ് ഉപയോഗിക്കുന്നത്. അതേപോലെ ക്രോസ് കൾച്ചറൽ സ്റ്റഡീസ് ഇവിടെ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ആ ഒരു ബിഹേവിയർ അക്രോസ് സൊസൈറ്റീസ് ഉള്ള ആ ഒരു ബിഹേവിയർ കമ്പയർ ചെയ്ത് പഠിക്കുന്നതിന് വേണ്ടിയിട്ട്. ആൻഡ് വി ഓൾസോ ഹാവ് ഫിനോമിനോളജി. ഫിനോമിനോളജി ആ ഒരു ആക്ച്വൽ ലിവ്ഡ് എക്സ്പീരിയൻസ് പഠിക്കുന്നതിനാണ് ഫിനോമിനോളജി ഉപയോഗിക്കുന്നത്, അല്ലെ? ആൻഡ് വി ഓൾസോ ഹാവ് ഗ്രൗണ്ടഡ് തിയറി. ഗ്രൗണ്ടഡ് തിയറി എവിടെ നിന്നാണ് വരുന്നത്? ഇറ്റ് ഡെവലപ്സ് തിയറി ഫ്രം ഡേറ്റ. അതിനു വേണ്ടിയിട്ടാണ് ഗ്രൗണ്ടഡ് തിയറി ഉപയോഗിക്കുന്നത്. പിന്നെ ഫോക്കസ് ഗ്രൂപ്പ്സ് നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്, നെറേറ്റീവ്സ് ഉണ്ട്, കേസ് സ്റ്റഡീസ് ഉണ്ട്, ആൻഡ് എത്നോഗ്രാഫി. ഓൾ ദീസ് ബിലോങ് ടു ക്വാളിറ്റേറ്റീവ് ട്രഡിഷൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി നമുക്ക് ഇതിനകത്ത് നോക്കാനുള്ളത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. സൈക്കോളജിയിൽ സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ നമുക്ക് നോക്കാനുള്ളത് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി അതിനകത്തുണ്ട്. അപ്പൊ അതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്? മീൻ വരുന്നു, മീഡിയൻ വരുന്നു, മോഡ് വരുന്നു. ചിലപ്പോൾ അതിന്റെ ആ ഒരു കാൽക്കുലേഷനിലേക്ക് എങ്ങനെ എത്തുക എന്നൊക്കെ ഉള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതായിട്ട് വരും. ഇനി മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ ഇവിടെ വരുന്നുണ്ട്. അതിൽ റേഞ്ച് ഉണ്ട്, വേരിയൻസ് ഉണ്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉണ്ട് നമുക്ക് നോക്കാനായിട്ട്. അതിനുശേഷം ആ ഒരു നോർമൽ പ്രോബബിലിറ്റി കർവ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ്, അല്ലേ? കാരണം പല സൈക്കോളജിക്കൽ ട്രേറ്റ്സും ദീസ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ദ ബെൽ ഷേപ്ഡ് ഫോം എന്നുള്ളത്. അതുകൊണ്ടാണ് ആ ഒരു പ്രോബബിലിറ്റി കർവ് അല്ലെങ്കിൽ ആ ഒരു നോർമൽ പ്രോബബിലിറ്റി കർവ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനുശേഷം നമുക്ക് പാരാമെട്രിക് ടെസ്റ്റ് ഉണ്ട്, നോൺ പാരാമെട്രിക് ടെസ്റ്റ് ഉണ്ട്, അല്ലെ? അപ്പോൾ ടി ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു പാരാമെട്രിക് ടെസ്റ്റ് ആണ്. അതേപോലെ സൈൻ ടെസ്റ്റ്, വിൽകോക്സൺ, മാൻ വിത്നി, ക്രൂസ്കൽ വാലസ് ആൻഡ് ഫ്രീഡ്മൻ, ഇതൊക്കെ നോൺ പാരാമെട്രിക് ടെസ്റ്റ് ആണ്, അല്ലെ? അതേപോലെ നമുക്ക് പവർ അനാലിസിസും ഇവിടെ നോക്കേണ്ടതായിട്ടുണ്ട്. പവർ അനാലിസിസ് ആക്ച്വലി ടെൽസ് us whether a study can detect an effect. ആൻഡ് ആ ഒരു എഫക്ട് ആക്ച്വലി അല്ലെങ്കിൽ ആ ഒരു എഫക്റ്റിന്റെ സൈസ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് വി വിൽ ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ഹൗ സ്ട്രോങ് ദ എഫക്ട് ഇസ് എന്നുള്ളത്. അതാണ് പവർ അനാലിസിസിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ദെൻ വി മൂവ് ഓൺ ടു കോറിലേഷൻ ഇൻ എ റിലേഷൻഷിപ്പ്. കോറിലേഷൻ, അപ്പൊ കോസേഷൻ അല്ല ഇവിടെ നോക്കുന്നത്, കോറിലേഷൻ ആണ് ഇവിടെ നോക്കുന്നത്. അപ്പൊ അതിനകത്ത് പ്രോഡക്റ്റ് മൂവ്മെന്റ് കോറിലേഷൻ ഉപയോഗിക്കുന്നത് അത് ആ ഒരു ഇന്റർവെൽ ഡേറ്റ മനസ്സിലാക്കുന്നതിന്, റാങ്ക് ഓർഡർ ഉപയോഗിക്കുന്നത് ആ ഒരു റാങ്ക്ഡ് ആയിട്ടുള്ള ഡേറ്റ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്. ആൻഡ് ദെൻ വി ഹാവ് പാർഷ്യൽ കോറിലേഷൻ, അല്ലെ? പാർഷ്യൽ കോറിലേഷൻ ആണ് ആ ഒരു തേർഡ് വേരിയബിളിനെ കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളത് നമുക്കറിയാം. ആൻഡ് ദെൻ വി ഹാവ് മൾട്ടിപ്പിൾ കോറിലേഷൻ സ്റ്റഡീസ്. അപ്പൊ മൾട്ടിപ്പിൾ കോറിലേഷൻ എന്താ ചെയ്യുന്നത്? ഇറ്റ് സ്റ്റഡീസ് ദ കമ്പൈൻഡ് റിലേഷൻ ഓഫ് സെവറൽ പ്രെഡിക്കേറ്റേഴ്സ് വിത്ത് വൺ ക്രൈറ്റീരിയൻ. ഒരു ക്രൈറ്റീരിയൻ മാത്രമാണ് ആ ഒരു സ്റ്റഡിയിൽ നമ്മൾ ഇവിടെ ഉപയോഗിക്കുക. ആൻഡ് സ്പെഷ്യൽ കോറിലേഷൻസ് ഉണ്ട് നമുക്ക് നോക്കാനായിട്ട്. ബൈസീരിയൽ, പോയിന്റ് ബൈസീരിയൽ, ടെട്രാകോറിക് ആൻഡ് ഫൈവ് കോയിഫിഷ്യന്റ്. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്? ആ ഒരു എന്താ പറയേണ്ടത്, അല്ലെങ്കിൽ ഇത് നമ്മൾ മാറി മാറി ആ ഒരു വേരിയബിൾസിന്റെ സ്വഭാവം അനുസരിച്ച്, നേച്ചർ അനുസരിച്ച് ഇതിൽ ഏതാണ് ഉപയോഗിക്കുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആൻഡ് ദെൻ വി ഹാവ് റിഗ്രഷൻ, അല്ലെ? റിഗ്രഷനിൽ സിമ്പിൾ ലീനിയർ റിഗ്രഷൻ ഉണ്ട്, മൾട്ടിപ്പിൾ റിഗ്രഷൻ ഉണ്ട് നമുക്ക് നോക്കാനായിട്ട്. സിമ്പിൾ ലീനിയർ റിഗ്രഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് ഒരു പ്രെഡിക്റ്റർ മാത്രമാണ് അവിടെ ഉപയോഗിക്കുന്നത്. എന്നാൽ മൾട്ടിപ്പിൾ റിഗ്രഷനിൽ സെവറൽ പ്രെഡിക്ഷൻസ് അല്ലെങ്കിൽ പ്രെഡിക്റ്റേഴ്സ് അതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി ഫാക്ടർ അനാലിസിസിന്റെ കാര്യം നോക്കുവാണെന്നുണ്ടെങ്കിലോ, ഫാക്ടർ അനാലിസിസ് എടുക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സഹായിക്കുന്നത്? ദ അണ്ടർലൈങ് ഡയമെൻഷൻസ്. ആ ഒരു ലാർജ് സെറ്റ്സ് ഓഫ് വേരിയബിൾസ് അവിടെ വരുമ്പോൾ അതിന്റെ പിന്നിലെ ഡയമെൻഷൻസ് എന്താണ് എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇവിടെ നമ്മൾ അസംഷൻസ് ഓർക്കണം, മെത്തേഡ്സ് എന്താണെന്ന് മനസ്സിലാക്കണം, റൊട്ടേഷന്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കണം, ആൻഡ് വി ഷുഡ് ഓൾസോ അണ്ടർസ്റ്റാൻഡ് ഇന്റർപ്രിട്ടേഷൻ. ഈ രണ്ടാമത്തെ മോഡ്യൂൾ ആക്ച്വലി എൻഡ്സ് വിത്ത് എക്സ്പെരിമെന്റൽ ഡിസൈൻസ്. അതിനകത്താണ് നമുക്ക് അനോവ വരുന്നത്. അനോവ എന്താണ്? രണ്ട് മീൻസ് അല്ലെങ്കിൽ 2 or more മീൻസിനെ കമ്പയർ ചെയ്യാനായിട്ട് ഉപയോഗിക്കും. ദെൻ വി ഹാവ് വൺ വേ അനോവ.
വൺ വേ അനോവയിൽ എന്താണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് അവിടെയുണ്ട് അല്ലേ. ദെൻ വി ഹാവ് ഫാക്ടോറിയൽ അനോവ. ഫാക്ടോറിയൽ അനോവയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഹാസ് മോർ ദൻ വൺ. ആൻഡ് ദെൻ കംസ് ദി റാൻഡമൈസ്ഡ് ബ്ലോക്ക് സൈൻ. അത് നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. റിപ്പീറ്റഡ് മെഷേഴ്സ്, ലാറ്റിൻ സ്ക്വയർ, കോഹോർട്ട് സ്റ്റഡീസ്, ടൈം സീരീസ്, മനോവ, ആൻകോവ, അതേപോലെ എന്താ പറയേണ്ടത് സിംഗിൾ സബ്ജക്ട് ഡിസൈൻസും നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് എന്താ പറയേണ്ടത് ആ ഒരു സൈക്കോളജിക്ക് ഉപയോഗിക്കുന്ന ഓൾമോസ്റ്റ് കംപ്ലീറ്റ് സയന്റിഫിക് ടൂൾ കിറ്റ് ഈ രണ്ടാമത്തെ മോഡ്യൂളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാം. ഇനി മോഡ്യൂൾ 3 നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് എന്നുള്ളതാണ് മോഡ്യൂൾ 3യുടെ പേര്. അപ്പൊ ഈ ഒരു യൂണിറ്റ് ഡീൽ ചെയ്യുന്നത് ഇസ് വിത്ത് വൺ ഓഫ് ദ മോസ്റ്റ് പ്രാക്ടിക്കൽ പാർട്സ് ഇൻ സൈക്കോളജി. അതാണ് സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് അല്ലെ. അപ്പോ ഒരു സൈക്കോളജിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അവര് ജസ്റ്റ് ആ ഒരു കാഷ്വലി ഒബ്സർവ് ചെയ്യുക മാത്രം അല്ല, പലപ്പോഴും ഇവിടെ അസസ്മെന്റ് നടക്കുന്നുണ്ട്. ആൻഡ് അസസ്മെന്റ് നടത്തുന്നത് സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ടൂൾസ് ഉപയോഗിച്ചിട്ടാണ് അല്ലെ. ആൻഡ് ദിസ് ഇസ് വേ ടെസ്റ്റിംഗ് ബിക്കംസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ആദ്യം നമുക്ക് ഇവിടെ നോക്കാനുള്ളത് ടൈപ്പ് ഓഫ് ടെസ്റ്റുകളാണ്. അപ്പൊ ഇതിനകത്ത് നമുക്ക് നോക്കുകയാണെങ്കിൽ അതിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ. അപ്പൊ ടൈപ്പ് ഓഫ് ടെസ്റ്റ് എന്ന് പറയുമ്പം ക്ലാസിഫിക്കേഷൻ ആയിട്ടാണ് അവിടെ വരിക അല്ലെ. അപ്പൊ പല രീതിയിൽ ഇതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഗ്രൂപ്പ് ടെസ്റ്റ് എന്നുള്ള ക്ലാസിഫിക്കേഷൻ ഉണ്ട്. വേർബൽ അല്ലെങ്കിൽ നോൺ വേർബൽ ടെസ്റ്റുകളുണ്ട്. സ്പീഡ് അല്ലെങ്കിൽ പവർ ടെസ്റ്റുകൾ ഇതിനകത്തുണ്ട്. ഒബ്ജക്റ്റീവ് ഓർ പ്രൊജക്റ്റീവ് ടെസ്റ്റുകൾ ഇതിനകത്തുണ്ട്. അങ്ങനെ തുടങ്ങിയങ്ങ് പോകുന്ന ആ ഒരു ടെസ്റ്റിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സിലബസ് എല്ലാ ക്ലാസിഫിക്കേഷൻസും ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷെ ആ ഒരു ബേസിക് ആയിട്ടുള്ള പ്രധാനപ്പെട്ട തരങ്ങളെല്ലാം അറിഞ്ഞിരിക്കാനാണ് അവിടെ വരുന്ന ആ ഒരു എന്താ പറയേണ്ടത് എക്സ്പെക്ടേഷൻ സിലബസിൽ നിന്ന് വരുന്നത്. അടുത്തത് ടെസ്റ്റ് കൺസ്ട്രക്ഷൻ ആണ് നമുക്ക് ഇവിടെ കാണാം അല്ലെ. ഈ ടെസ്റ്റ് കൺസ്ട്രക്ഷനിനകത്ത് ഐറ്റം റൈറ്റിംഗ്, ഐറ്റം അനാലിസിസ് ആണ് പ്രധാനമായിട്ട് നോക്കാനായിട്ട് പറയുക. അപ്പോൾ ഈ ടെസ്റ്റ് കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നല്ല ഒരു സൈക്കോളജിക്കൽ ടെസ്റ്റ് കൺസ്ട്രക്ട് ചെയ്തെടുക്കുന്നതിന്റെ പ്രോസസ്സാണ് നമുക്ക് ഇതിനകത്ത് നോക്കാനുള്ളത്. അത് തുടങ്ങുന്നത് ആ ഐറ്റം റൈറ്റിംഗുമായിട്ടാണ്. അപ്പൊ ഐറ്റം റൈറ്റിംഗിലാണ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ്സ് വളരെ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്തെടുക്കുന്നത്. അതിനുശേഷമാണ് അതിന്റെ ആ ഒരു അനാലിസിസ് വരുന്നത് അല്ലെ. അപ്പൊ ഓരോ ഐറ്റംസും അതിനെ ചെക്ക് ചെയ്യുകയാണ്. അതായത് അത് ഈസി ആണോ, ഡിഫിക്കൽട്ട് ആണോ, എന്തെങ്കിലും തരത്തിലുള്ള ഡിസ്ക്രിമിനേറ്റിംഗ് ആണോ, അതോ അതൊരു വീക്ക് ആയിട്ടുള്ള ഒരു സംഗതിയാണോ. അപ്പോൾ വളരെ പുവറായിട്ട് വീക്കായിട്ട് ആണ് ഒരു ഐറ്റം എഴുതിയിട്ടുള്ളതെങ്കിൽ അത് ആ ഒരു ടെസ്റ്റിനെ തന്നെ കംപ്ലീറ്റ്ലി ഇനാക്യുറേറ്റ് ആയിട്ട് മാറ്റാം. അടുത്തത് ടെസ്റ്റിന്റെ സ്റ്റാൻഡർഡൈസേഷൻ ആണ് മോഡ്യൂൾ 3യുടെ ഭാഗമായിട്ട് വരുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഈ സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ടെസ്റ്റ് സയന്റിഫിക് ആകുന്നത് എപ്പോഴാണ്? അത് സ്റ്റാൻഡർഡൈസ്ഡ് ആകുന്ന ആ ഒരു സമയത്ത് മാത്രമാണ്. അപ്പൊ ഇവിടെ റിലയബിലിറ്റി നോക്കേണ്ടതായിട്ടുണ്ട്. റിലയബിലിറ്റി എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് കൺസിസ്റ്റൻസി എന്നുള്ളതാണ്. എപ്പോഴെല്ലാം ഇത് റിപ്പീറ്റഡ്ലി ചെയ്താലും അത് ഒരേപോലെ പ്രവർത്തിക്കുമോ എന്നുള്ളത്. അപ്പോൾ ഒരു ടെസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള റിസൾട്ട് തരികയാണെങ്കിൽ അത് റിലയബിൾ ആണെന്നാണ് അതിന്റെ അർത്ഥം. ഇനി അടുത്ത ഒന്ന് വാലിഡിറ്റി ആണ് ഇവിടെ വരുന്നത്. വാലിഡിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? എന്താ പറയേണ്ടത്, അതായത് അതിനകത്ത് വരുന്ന ആ ഒരു ടെസ്റ്റ് മെഷേഴ്സ് ഉണ്ടല്ലോ, ടെസ്റ്റ് മെഷേഴ്സ് വാട്ട് ഇറ്റ് ക്ലെയിംസ് ടു മെഷർ. അപ്പൊ ആ ഒരു ടെസ്റ്റ് കൊണ്ട് ആ ടെസ്റ്റിൽ ഇന്നതൊക്കെ മെഷർ ചെയ്യാമെന്ന് പറയുന്ന സംഗതികളൊക്കെ യഥാർത്ഥത്തിൽ അവിടെ മെഷർ ചെയ്യുന്നുണ്ടോ എന്നുള്ള ടെസ്റ്റാണ് വാലിഡിറ്റി എന്ന് പറയുന്നത്. നോംസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കമ്പാരിസന് വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് ആണ് നോംസിനകത്ത് വരിക. അപ്പോൾ ഒരു ഇൻഡിവിജ്വലിന്റെ സ്കോർ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ എന്താ പറയേണ്ടത്, ഇറ്റ് ക്യാൻ ബി ഇന്റർപ്രറ്റഡ് റിലേറ്റീവ് ടു എ ഗ്രൂപ്പ്. നമുക്ക് കമ്പാരിസൺസ് ഇവിടെ ആവശ്യം തന്നെയാണ് വരിക അല്ലേ. ഇനി അടുത്തത് ആ ഒരു ഏരിയാസ് ഓഫ് ടെസ്റ്റിംഗ് ആണ് സിലബസ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിനകത്ത് ഇന്റലിജൻസ് ടെസ്റ്റ് ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ ഇന്റലിജൻസ് ടെസ്റ്റ് ശരിക്കും ആ ഒരു ഇന്റലക്ച്വൽ എബിലിറ്റി അസസ് ചെയ്യുക എന്നുള്ളതാണ്. മറ്റൊന്ന് ക്രിയേറ്റിവിറ്റിയെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ക്രിയേറ്റിവിറ്റി എന്താണ്? ആ ഒരു ഒറിജിനാലിറ്റി, ഫ്ലുവൻസി, ഫ്ലെക്സിബിലിറ്റി, എലാബറേഷൻ, ഇതൊക്കെയാണ് ക്രിയേറ്റിവിറ്റി കൊണ്ട് അസസ് ചെയ്യാനായിട്ട് സാധിക്കുക.
ഇനി ന്യൂറോ സൈക്കോളജിക്കൽ ടെസ്റ്റുകൾ ഇവിടെയുണ്ട്. സോ ഈ ടെസ്റ്റ് എന്താണ് ചെയ്യുന്നത്? ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഫങ്ഷനിങ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആൻഡ് ദെൻ വി ഹാവ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഒരു ഫ്യൂച്ചർ കപ്പാസിറ്റി, ഒരു സ്പെസിഫിക് ഏരിയയിലുള്ള ഒരു വ്യക്തിയുടെ ഫ്യൂച്ചർ കപ്പാസിറ്റി അസസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉപയോഗിക്കുക. അതേപോലെ തന്നെ പേഴ്സണാലിറ്റി അസസ്മെന്റ് സ്റ്റഡീസും ഇവിടെയുണ്ട്. അപ്പോൾ ആ ഒരു എന്താ പറയേണ്ടത്, ബിഹേവിയറിന്റെ പാറ്റേൺസും ബിഹേവിയറിന്റെ ട്രേറ്റ്സും ഒക്കെ മനസ്സിലാക്കാനാണ് പേഴ്സണാലിറ്റി അസസ്മെന്റ് ടെസ്റ്റ് ഉപയോഗിക്കുന്നത്. ആൻഡ് ദെൻ വി ഹാവ് ഇൻട്രസ്റ്റ് ഇൻവെന്ററീസ് അല്ലെ. ഇൻട്രസ്റ്റ് ഇൻവെന്ററീസ് എന്ന് ഇതിനകത്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ദീസ് ഹെൽപ്പ് ടു ഐഡന്റിഫൈ പ്രിഫറൻസസ്. പ്രത്യേകിച്ചും അതൊരു വൊക്കേഷണൽ ഗൈഡൻസിൽ വളരെയധികം യൂസ്ഫുൾ ആയിട്ട് വരുന്നു എന്നുള്ളത്. ദെൻ വി മൂവ് ഓൺ ടു ആറ്റിറ്റ്യൂഡ് സ്കെയിൽസ്. അത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സബ് ടോപ്പിക് ആയിട്ട് നമുക്ക് ഇവിടെ കാണാം. അപ്പോൾ സെമാന്റിക് ഡിഫറൻഷ്യൽ സ്കെയിൽ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഉപയോഗിക്കുന്ന എന്തിനാണ്? അവർ ബൈപോളാർ അഡ്ജക്റ്റീവ്സിലൂടെ ആറ്റിറ്റ്യൂഡ്സ് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ദെൻ സ്റ്റേപ്പിൾ സ്കെയിൽ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. സ്റ്റേപ്പിൾ സ്കെയിൽ ശരിക്കും ഒരു ന്യൂമറിക്കൽ റേറ്റിംഗ് ആണ് അവിടെ ഉപയോഗിക്കുന്നത്. പക്ഷേ ഒരു ഒറ്റ ഒബ്ജക്റ്റീവ് മാത്രമായിരിക്കും അതിനകത്ത് ഉണ്ടാവുക. ലൈക്കേർട്ട് സ്കെയിൽ ആണ് ഏറ്റവും വൈഡ് ആയിട്ട് ഉപയോഗിച്ച് വരുന്നത്. അപ്പോൾ ലൈക്കേർട്ട് സ്കെയിലാണ് അതിന്റെ റെസ്പോണ്ടൻസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ദേ ഇൻഡിക്കേറ്റ് ലെവൽസ് ഓഫ് എഗ്രിമെന്റ് ഓർ ഡിസഗ്രിമെന്റ്. ഡു യു എഗ്രി, ഡു യു ഡിസഗ്രി എന്നുള്ള തരത്തിലുള്ള ആ ഒരു ചോദ്യങ്ങൾ. പിന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള സൈക്കോളജിക്കൽ ടെസ്റ്റിങ്ങും നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് ടെക്നോളജി ഉപയോഗിച്ച് എങ്ങനെ ആ ഒരു ടെസ്റ്റിംഗ് നടത്താം എന്നുള്ളതാണ് അതിനകത്ത് അവിടെ വരിക അല്ലെ. ഞാൻ അതിനെ ഡിജിറ്റലി എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്തെടുക്കാം എന്നൊക്കെയുള്ളതും നമുക്ക് അതിനകത്ത് പഠിക്കാനായിട്ടുണ്ട്. ഇനി ഫൈനലി ലാസ്റ്റ് ആയിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആപ്ലിക്കേഷൻസ് ആണ് അവിടെ ഹൈലൈറ്റ് ചെയ്യുന്നത് അല്ലെ. അപ്പോൾ ആപ്ലിക്കേഷൻസ് പല സെറ്റിങ്സിൽ, ക്ലിനിക്കൽ സെറ്റിങ്സിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡയഗ്നോസിസും ട്രീറ്റ്മെന്റ് പ്ലാനിങ്ങിനും ഒക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അതേപോലെ ഓർഗനൈസേഷൻസിലും ബിസിനസ്സിലും ഇത് ഉപയോഗിക്കുന്നുണ്ട്. സെലക്ഷന് വേണ്ടിയിട്ട്, ഹയറിങ്, റിക്രൂട്ട്മെന്റിന് വേണ്ടി, പ്ലേസ്മെന്റിന് വേണ്ടിയിട്ട്, പെർഫോമൻസ് അസസ്മെന്റ് ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാം. അതേപോലെ എഡ്യൂക്കേഷൻ ഇസ് അനദർ ഏരിയ, മറ്റൊരു ഏരിയ. അപ്പൊ എഡ്യൂക്കേഷനിൽ പലപ്പോഴും ആപ്റ്റിറ്റ്യൂഡ്, അച്ചീവ്മെന്റ്, ഗൈഡൻസ് ഒക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ആൻഡ് നമുക്ക് ഒട്ടും ഒഴിച്ചുകൂടാൻ കഴിയാത്ത മറ്റൊരു ഏരിയ ആണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ കൗൺസിലിംഗിൽ അവർ സെൽഫ് അണ്ടർസ്റ്റാൻഡിങ് അസിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി കൗൺസിലിംഗിൽ ഉപയോഗിക്കാം. അതേപോലെ മിലിറ്ററിയിലും ഇതിന് ഒരുപാടധികം യൂസസ് ഉണ്ട്. അപ്പോൾ അവർ സെലക്ഷന് വേണ്ടിയിട്ടും റോൾ അലൊക്കേഷന് വേണ്ടിയിട്ടും ഒക്കെ മിലിറ്ററിയിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ആൻഡ് കരിയർ ഗൈഡൻസും ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ആപ്ലിക്കേഷൻ ആണ്. കാരണം ഇവിടെ ഒരു വ്യക്തിയെ, ആ ഒരു വ്യക്തിയുടെ സവിശേഷതകൾ അനുസരിച്ച് എന്തൊക്കെ ഓക്യുപ്പേഷണൽ ഓപ്ഷൻസ് ആ വ്യക്തിക്ക് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അടുത്തത് മോഡ്യൂൾ 4 നമുക്ക് ബയോളജിക്കൽ ബേസിസ് ഓഫ് ബിഹേവിയർ ആണ് നോക്കാനുള്ളത്. അപ്പോൾ ഇതിനകത്ത് ആദ്യം വരുന്നത് സെൻസറി സിസ്റ്റംസ് ആണ്. അതിൽ ജനറൽ ആൻഡ് സ്പെസിഫിക് സെൻസേഷൻസ്, റിസപ്റ്റേഴ്സ് ആൻഡ് പ്രോസസ്സസ് നോക്കേണ്ടതായിട്ടുണ്ട്. ദെൻ വി ഹാവ് ന്യൂറോൺസിന്റെ സ്ട്രക്ചർ, ഫങ്ഷൻസ്, ടൈപ്സ്, ന്യൂറൽ ഇമ്പൾസ്, സിനാപ്റ്റിക് ട്രാൻസ്മിഷൻ, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, ഇത്രയും അവിടെ നോക്കേണ്ടതായിട്ടുണ്ട്. ദെൻ വി ഹാവ് ദ സെൻട്രൽ ആൻഡ് പെരിഫറൽ നെർവസ് സിസ്റ്റംസ്. അപ്പൊ അതിന്റെ സ്ട്രക്ചറും ഫങ്ഷനും പഠിക്കണം. അതേപോലെ ന്യൂറോപ്ലാസ്റ്റോസിറ്റി. Then we have the methods of physiological psychology. അപ്പോൾ ഇൻവേസീവ് മെത്തേഡ്സ് ഇതിനകത്ത് ആദ്യം കൊടുത്തിട്ടുണ്ട്. ഇൻവേസീവ് മെത്തേഡ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് അനാറ്റമിക്കൽ മെത്തേഡ്സ് ഉണ്ട്, ഡീജനറേഷൻ ടെക്നിക്സ് ഉണ്ട്, ലീഷ്യൻ ടെക്നിക്സ് ഉണ്ട്, കെമിക്കൽ മെത്തേഡ്സ് ഉണ്ട്, മൈക്രോ ഇലക്ട്രോഡ് സ്റ്റഡീസ് ഉണ്ട്. ആൻഡ് നോൺ ഇൻവേസീവ് മെത്തേഡ്സ് ആണ് EEG ആൻഡ് സ്കാനിങ് മെത്തേഡ്സ്. Then we move on to muscular and glandular system. മോഡ്യൂൾ 4 ഭാഗമായിട്ട് തന്നെയാണ് അതും വരിക. അതിൽ ടൈപ്സ് ആൻഡ് ഫങ്ഷൻസ് നോക്കണം മസ്കുലർ ആൻഡ് ഗ്രാൻഡുലർ സിസ്റ്റത്തിന്റെ. ആൻഡ് ദെൻ വാട്ട് ഇസ് ദ ബയോളജിക്കൽ ബേസിസ് ഓഫ് മോട്ടിവേഷൻ. അതിൽ നോക്കേണ്ട ചില ഫാക്ടേഴ്സ് ആണ് ഹങ്കർ, തേഴ്സ്റ്റ്, സ്ലീപ്പ് ആൻഡ് സെക്സ്. ദെൻ കംസ് ദ ബയോളജിക്കൽ ബേസിസ് ഓഫ് ഇമോഷൻ. അതിനകത്ത് ആ ഒരു ലിംബിക് സിസ്റ്റം, ഹോർമോണൽ റെഗുലേഷൻ ഓഫ് ബിഹേവിയർ, പിന്നെ ജനറ്റിക്സ് ആൻഡ് ബിഹേവിയർ ഉണ്ട്. അതിൽ ക്രോമസോമൽ അനോമലീസ് പഠിക്കണം, നേച്ചർ, നർച്ചർ, കോൺട്രവേഴ്സി,
അവിടെ അതിനകത്ത് ആ ഒരു ട്വിൻ സ്റ്റഡീസും അഡോപ്ഷൻ സ്റ്റഡീസും അതിനകത്ത് ഉപയോഗിക്കേണ്ടതായിട്ട് നമുക്കിവിടെ കാണാം അല്ലെ. ഇനി മോഡ്യൂൾ 5 അറ്റൻഷൻ, പെർസെപ്ഷൻ, ലേണിംഗ്, മെമ്മറി ആൻഡ് ഫൊഗറ്റിംഗ്, ഇത്രയാണ് മോഡ്യൂൾ 5 ഭാഗമായിട്ട് നമുക്ക് നോക്കേണ്ടതായിട്ടുള്ളത്. അതിൽ സ്പെസിഫിക്കലി അറ്റൻഷൻ നോക്കിയാൽ ഫോംസ് ഓഫ് അറ്റൻഷൻ, മോഡൽസ് ഓഫ് അറ്റൻഷൻ. പെർസെപ്ഷൻ എടുക്കുകയാണെങ്കിൽ അപ്രോച്ചസ് ടു ദ സ്റ്റഡി ഓഫ് പെർസെപ്ഷൻ, അതിൽ സ്പെസിഫിക്കലി ജസ്റ്റോൾട്ട് ആൻഡ് ഫിസിയോളജിക്കൽ അപ്രോച്ചസ്. പിന്നെ പെർസെപ്ച്വൽ ഓർഗനൈസേഷൻ, അത് ജസ്റ്റോൾട്ട്, ഫിഗർ ആൻഡ് ഗ്രൗണ്ട്, ലോ ഓഫ് ഓർഗനൈസേഷൻ, ഇത്രയും ഇവിടെ നോക്കണം. ഇനി പെർസെപ്ച്വൽ കോൺസ്റ്റൻസി, അതിൽ സൈസ്, ഷേപ്പ് ആൻഡ് കളർ. പിന്നെ ഇല്യൂഷൻസിന്റെ ഭാഗമായിട്ട് പെർസെപ്ഷൻ ഓഫ് ഫോം, ഡെപ്ത് ആൻഡ് മൂവ്മെന്റ്. പിന്നെ റോൾ ഓഫ് മോട്ടിവേഷൻ ആൻഡ് ലേണിംഗ് ഇൻ പെർസെപ്ഷൻ. കഴിഞ്ഞിട്ടില്ല മോഡ്യൂൾ 5 ഇനി നമുക്ക് സിഗ്നൽ ഡിറ്റക്ഷൻ തിയറി ഉണ്ട്. ആൻഡ് ദെൻ ദർ ഇസ് ദ ലേണിംഗ് പ്രോസസ്. അപ്പോൾ ലേണിംഗ് പ്രോസസ്സിൽ ഫണ്ടമെന്റൽ തിയറീസ് ഉണ്ട്, ക്ലാസിക്കൽ കണ്ടീഷനിങ് ഉണ്ട്, ഇൻസ്ട്രുമെന്റൽ ലേണിംഗ് ഉണ്ട്. ആൻഡ് നൗ വി മൂവ് ഓൺ ടു റീഇൻഫോഴ്സ്മെന്റ്. അതും ലേണിംഗിന്റെ ഭാഗമായിട്ട് വരുവാണ്. റീഇൻഫോഴ്സ്മെന്റ്, പിന്നെ ലേണിംഗിന്റെ കോഗ്നിറ്റീവ് അപ്രോച്ചസ്, ആൻഡ് ദെൻ വി മൂവ് ഓൺ ടു വെർബൽ ലേണിംഗ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ ലേണിംഗ്. ദെൻ വി ഹാവ് ദ റീസെന്റ് ട്രെൻഡ്സ് ഇൻ ലേണിംഗ്. ആൻഡ് അതിനുശേഷം നമ്മൾ ആ ഒരു മെമ്മറി ആൻഡ് ഫൊഗറ്റിംഗിലേക്ക് പോകും. അവിടെ മെമ്മറി പ്രോസസ്സസ് വരുന്നുണ്ട്. വാട്ട് ആർ ദ ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് മെമ്മറി? അതിനകത്താണ് സെൻസറി മെമ്മറി, ഷോർട്ട് ടേം അല്ലെങ്കിൽ വർക്കിംഗ് മെമ്മറി, ലോങ് ടേം മെമ്മറി, അതൊക്കെ നമുക്ക് നോക്കേണ്ടതായിട്ട് അവിടെ വരുന്നത്. ആൻഡ് ഫൈനലി തിയറീസ് ഓഫ് ഫൊഗറ്റിംഗ് ആണ്. അപ്പൊ അതിനകത്ത് ഇന്റർഫിയറൻസ്, റിട്രീവൽ ഫെയിലിയർ, ഡീകേ, മോട്ടിവേറ്റഡ് ഫൊഗറ്റിംഗ്, ഇത്രയും നമുക്ക് വരുന്നുണ്ട് ആ ഒരു ഫൊഗറ്റിംഗിന്റെ ഭാഗമായിട്ട്. മോഡ്യൂൾ 6 തിങ്കിങ്, ഇന്റലിജൻസ് ആൻഡ് ക്രിയേറ്റിവിറ്റി ആണ്. അപ്പൊ അതിനകത്ത് അതിന്റെ തിയറിറ്റിക്കൽ പെർസ്പെക്റ്റീവ്സ് വരുന്നുണ്ട്, പ്രത്യേകിച്ചും തോട്ട് പ്രോസസ്സിന്. അതിനകത്ത് അസോസിയേഷനിസം, ജസ്റ്റോൾട്ട്, ഇൻഫർമേഷൻ പ്രോസസ്സിംഗ്, ഫീച്ചർ ഇന്റഗ്രേഷൻ മോഡൽ. ദെൻ വി ഹാവ് ദ കോൺസെപ്റ്റ് ഫോർമേഷൻ. കോൺസെപ്റ്റ് ഫോർമേഷന്റെ റൂൾസ്, ടൈപ്സ് ആൻഡ് സ്ട്രാറ്റജീസ്, ആൻഡ് റോൾ ഓഫ് കോൺസെപ്റ്റ്സ് ഇൻ തിങ്കിങ്. പിന്നെ പല ടൈപ്സ് ഓഫ് റീസണിങ് നോക്കണം. ദെൻ വി ഹാവ് ലാംഗ്വേജ് ആൻഡ് തോട്ട്. പിന്നെ പ്രോബ്ലം സോൾവിംഗ്, ഡിസിഷൻ മേക്കിംഗ്, മെറ്റാകോഗ്നിഷൻ. മോഡ്യൂൾ 6 ഭാഗമായിട്ട് അവിടെ വരുന്നത്. ആൻഡ് ഇന്റലിജൻസിന്റെ ഭാഗമായിട്ട് we need to discuss the concepts of Spearman, Thurston, Jensen, Cattell, Gardner, Stenberg, Coleman, Das, Carr and Parilla. Creativity ഭാഗമായിട്ട് we need to discuss concepts of Torrance, Jetzels and Jackson, Guilford, Wallach and Kogan. And then finally, relationship between intelligence and creativity. In module 7 നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പേഴ്സണാലിറ്റി, മോട്ടിവേഷൻ, ഇമോഷൻ, സ്ട്രെസ് ആൻഡ് കോപ്പിംഗ്. അത്യാവശ്യം ഒരു വലിയ മോഡ്യൂൾ തന്നെയാണ് മോഡ്യൂൾ 7. ആദ്യം ഡിറ്റർമിനൻസ് ഓഫ് പേഴ്സണാലിറ്റിയിൽ തുടങ്ങി. ദെൻ വി മൂവ് ഓൺ ടു ദി അപ്രോച്ചസ് ടു ദ സ്റ്റഡി ഓഫ് പേഴ്സണാലിറ്റി. ഒരുപാട് അപ്രോച്ചസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സൈക്കോ അനലിറ്റിക്കൽ, നിയോ ഫ്രോഡിയൻ, സോഷ്യൽ ലേണിംഗ്, ട്രേറ്റ് ആൻഡ് ടൈപ്പ്, അതേപോലെ കോഗ്നിറ്റീവ്, ഹ്യൂമനിസ്റ്റിക്, എക്സിസ്റ്റൻഷ്യൽ ആൻഡ് ട്രാൻസ്പേഴ്സണൽ സൈക്കോളജി. ഇനി മറ്റ് തിയറീസ് നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. സ്പെസിഫിക്കലി റോട്ടേഴ്സ് ലോക്കസ് ഓഫ് കൺട്രോൾ, സെലിഗ്മാൻസ് എക്സ്പ്ലനേറ്ററി സ്റ്റൈൽസ്, കോൾബർഗ്സ് തിയറി ഓഫ് മോറൽ ഡെവലപ്മെന്റ്. ആൻഡ് ദെൻ വി ഹാവ് ദ ബേസിക് മോട്ടിവേഷണൽ കോൺസെപ്റ്റ്സ്. അതിൽ ഇൻസ്റ്റിങ്സ് വരുന്നത് നീഡ്സ്, ഡ്രൈവ്സ്, അറൗസൽ, ഇൻസെന്റിവ്സ് ആൻഡ് എന്താണ് മോട്ടിവേഷൻ സൈക്കിൾ എന്നുള്ളത്. 7 again, what are the approaches to the study of motivation? അതിനകത്ത് സൈക്കോ അനലിറ്റിക് വരുന്നുണ്ട്, എത്തലോജിക്കൽ വരുന്നുണ്ട്, SR കോഗ്നിറ്റീവ്, ഹ്യൂമനിസ്റ്റിക്, പിന്നെ എക്സ്പ്ലോറേറ്ററി ബിഹേവിയർ ആൻഡ് ക്യൂരിയോസിറ്റി, സക്കമെൻസ് സെൻസേഷൻ സീക്കിംഗ്, അച്ചീവ്മെന്റ്, അഫിലിയേഷൻ ആൻഡ് പവർ, പിന്നെ മോട്ടിവേഷണൽ കമ്പീറ്റൻസ് എന്താണ്, സെൽഫ് റെഗുലേഷൻ ആൻഡ് വാട്ട് ഇസ് ഫ്ലോ, പിന്നെ ഇമോഷൻസ് ആൻഡ് തിയറീസ് ഓഫ് ഇമോഷൻസ് നമുക്ക് മോഡ്യൂൾ 7 ഭാഗമായിട്ട് നോക്കാം. ആൻഡ് വി ഓൾസോ നീഡ് ടു ലുക്ക് അറ്റ് ഇമോഷണൽ റെഗുലേഷൻ, കോൺഫ്ലിക്റ്റിന്റെ സോഴ്സസ് എന്താണ്, ടൈപ്സ് എന്താണ്, ആൻഡ് പിന്നെ ഫൈനലി സ്ട്രെസ് ആൻഡ് കോപ്പിംഗ്. സ്ട്രെസ് ആൻഡ് കോപ്പിംഗിന്റെ കോൺസെപ്റ്റ്സ്, കുറെ അധികം മോഡൽസും നമുക്ക് അതിനകത്ത് പഠിക്കേണ്ടതായിട്ട് ഉണ്ട്. ആൻഡ് സ്ട്രെസ് മാനേജ്മെന്റിനുള്ള സ്ട്രാറ്റജീസ് കുറെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതില് ബയോ ഫീഡ്ബാക്ക്, മ്യൂസിക് തെറാപ്പി, ബ്രീതിങ് എക്സസൈസ്, അങ്ങനെ തുടങ്ങി കുറെ അധികം എന്താ പറയേണ്ടത് സ്ട്രാറ്റജീസ്
സ്പെസിഫിക്കലി ആ സ്ട്രെസ് മാനേജ്മെന്റിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ഒരു ഗുണം എന്ന് പറയുന്നത് എല്ലാ ടോപ്പിക്സും നമ്മൾ അതിനകത്ത് നോക്കേണ്ട ഓരോന്നും സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ടോപ്പിക്ക് വിട്ട് മറ്റൊന്നിലേക്ക് പോകണ്ട. അപ്പൊ സ്ട്രെസ് മാനേജ്മെന്റിന് നമുക്ക് നൂറുകണക്കിന് സ്ട്രാറ്റജീസ് ഉണ്ട്. അതിൽ ഇത്രയും സ്ട്രാറ്റജീസ് മാത്രമേ നമ്മുടെ സിലബസിൽ കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് അത് മാത്രമേ ഉള്ളൂ നമ്മൾ പഠിക്കേണ്ടതായിട്ട്. ആൻഡ് മോഡ്യൂൾ 8 സോഷ്യൽ സൈക്കോളജിയാണ്. സോഷ്യൽ സൈക്കോളജിയുടെ നേച്ചർ, സ്കോപ്പ് ആൻഡ് ഹിസ്റ്ററി. പിന്നെ നമുക്ക് ട്രഡീഷണൽ തിയറിറ്റിക്കൽ പെർസ്പെക്റ്റീവ്സ് അവിടെ വരുന്നുണ്ട്. അതേപോലെ സോഷ്യൽ പെർസെപ്ഷൻ, അതിന്റെ ഭാഗമായിട്ട് എന്തൊക്കെയാണ് നോക്കേണ്ടത്. ആൻഡ് ദെൻ ഗ്രൂപ്പ് ആൻഡ് സോഷ്യൽ ഇൻഫ്ലുവൻസ് നമുക്കിവിടെ നോക്കേണ്ടതായിട്ടുണ്ട്. എങ്ങനെ ആ ഒരു ഗ്രൂപ്പിനെ സോഷ്യൽ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ സോഷ്യൽ ഇൻഫ്ലുവൻസ് എങ്ങനെ ഗ്രൂപ്പിനെ ബാധിക്കുന്നു എന്നൊക്കെയുള്ള സംഗതികളാണ് അതിനകത്ത് പ്രധാനമായിട്ടും വരിക. ഇനി ഫൈനലി അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജിയും ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. അവിടെയാണ് ഹെൽത്ത്, എൻവയൺമെന്റ്, ലോ, പേഴ്സണൽ സ്പേസ്, ക്രൗഡിങ്, ടെറിറ്റോറിയാലിറ്റി, ഇതൊക്കെ ഇങ്ങനെയുള്ള കോൺസെപ്റ്റ്സ് ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ട്. Now we move on to module 9. അതിനകത്ത് ഹ്യൂമൻ ഡെവലപ്മെന്റ് ആൻഡ് ഇന്റർവെൻഷൻസ് ആണ്. സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻസ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോ എന്താണ് ഡെവലപ്മെന്റൽ പ്രോസസ്സസ്, അതിനകത്ത് സ്പെസിഫിക് ആയിട്ട് എന്തൊക്കെ നമ്മൾ നോക്കേണ്ടതെന്ന് കൊടുത്തിട്ടുണ്ട്. ആൻഡ് വാട്ട് ആർ ദ തിയറീസ് ഓഫ് ഡെവലപ്മെന്റ്. നമുക്ക് 3 സ്പെസിഫിക് ഏരിയാസ് ആണ് നോക്കേണ്ടതായിട്ടുള്ളത്: സൈക്കോ അനലിറ്റിക്, ബിഹേവിയറിസ്റ്റിക് ആൻഡ് കോഗ്നിറ്റീവ്. ദെൻ വി നീഡ് ടു ലുക്ക് അറ്റ് ദ ഡിഫറെന്റ് ആസ്പെക്ട്സ് ഓഫ് ഡെവലപ്മെന്റ്. അവിടെയും എന്തൊക്കെ ആസ്പെക്ട്സ് നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട് എന്ന് സ്പെസിഫിക്കലി പറഞ്ഞിട്ടുണ്ട്. ദെൻ വി ഹാവ് സൈക്കോപാത്തോളജി, അതിന്റെയും കോൺസെപ്റ്റ് അറിയണം, മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ അറിയണം, ആൻഡ് വാട്ട് ഇസ് ദ ക്ലാസിഫിക്കേഷൻ എന്നുള്ളതും, ആൻഡ് വാട്ട് ആർ ദ കോസസ് ഓഫ് സൈക്കോപാത്തോളജി. ദെൻ സൈക്കോ തെറാപ്പീസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് സൈക്കോ അനാലിസിസ് വരുന്നത് പേഴ്സൺ സെന്റേർഡ് ആയിട്ടുള്ളത്. ദെൻ വി ഹാവ് ജസ്റ്റാൾട്ട്, എക്സിസ്റ്റൻഷ്യൽ, അക്സെപ്റ്റൻസ് കമ്മിറ്റ്മെന്റ് തെറാപ്പി, അങ്ങനെ കൊടുത്ത് നമുക്ക് ഇതിനകത്ത് നോക്കേണ്ടത് വളരെ വ്യക്തമായിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഫൈനലി ഫാമിലി തെറാപ്പിയിലാണ് വന്ന് അത് അവസാനിക്കുന്നത്. ആൻഡ് ദെൻ വി നീഡ് ടു ലുക്ക് അറ്റ് ദി ആപ്ലിക്കേഷൻസ് ഓഫ് തിയറീസ് ഓഫ് മോട്ടിവേഷൻ ആൻഡ് ലേണിംഗ് ഇൻ സ്കൂൾ. സ്കൂളിൽ എങ്ങനെ ഇത് അപ്ലൈ ചെയ്യാമെന്നുള്ളത് അല്ലെ. ആൻഡ് ഫാക്ടേഴ്സ്, ആ ഒരു എഡ്യൂക്കേഷണൽ അച്ചീവ്മെന്റിന്റെ ഫാക്ടേഴ്സ്, ടീച്ചർ എഫക്റ്റീവ്നെസ് ആൻഡ് ഗൈഡൻസ് ഇൻ സ്കൂൾസ്. ഗൈഡൻസ് ഇൻ സ്കൂൾസിന്റെ നീഡ്സ് എന്താണ്, ഓർഗനൈസേഷണൽ സെറ്റപ്പ് ആൻഡ് ടെക്നിക്സ്, ആൻഡ് ഫൈനലി കംസ് കൗൺസിലിംഗ്. അപ്പൊ അതിന്റെ പ്രോസസ്, സ്കിൽസ് ആൻഡ് ടെക്നിക്സ് ആണ് അതിനകത്ത് നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. ഇതെല്ലാം ഹ്യൂമൻ ഡെവലപ്മെന്റിന്റെയും അതിനു വേണ്ടിയിട്ട് നടത്തുന്ന ഇന്റർവെൻഷൻസിന്റെയും ഭാഗമാണ് മോഡ്യൂൾ 9 ഈ ടോപ്പിക്സ് കൊടുത്തിട്ടുള്ളത്. ഇനി ലാസ്റ്റ് മോഡ്യൂൾ ആണ് മോഡ്യൂൾ 10. അതിൽ എമേർജിംഗ് ഏരിയാസ്. അപ്പൊ ഇവിടെ ഇഷ്യൂസ് ഓഫ് ജെൻഡർ, പോവർട്ടി, ഡിസബിലിറ്റി ആൻഡ് മൈഗ്രേഷൻ. പിന്നെ പീസ് സൈക്കോളജി ഇവിടെയുണ്ട്. അതിനകത്ത് വയലൻസ്, നോൺ വയലൻസ്, കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ അറ്റ് എ മാക്രോ ലെവൽ ആൻഡ് റോൾ ഓഫ് മീഡിയ ഇൻ കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ. ദെൻ വി ഹാവ് വെൽബീയിങ് ആൻഡ് സെൽഫ് ഗ്രോത്ത്. അപ്പൊ അതിനകത്ത് ടൈപ്സ് ഓഫ് വെൽബീയിങ് നമുക്ക് ഇവിടെ ഹെഡോണിക് ആൻഡ് യൂഡമോണിക് ആണ് നമുക്ക് നോക്കേണ്ടതായിട്ടുള്ളത്. ആൻഡ് ദെൻ ക്യാരക്ടർ സ്ട്രെങ്ത് എന്താണ്, റെസിലിയൻസ് ആൻഡ് പോസ്റ്റ് ട്രോമാറ്റിക് ഗ്രോത്ത്. മോഡ്യൂൾ 10 കുറച്ചും കൂടെ ടോപ്പിക്സ് ഉണ്ട്. ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ഇവിടെ ഉണ്ട്. സ്പെസിഫിക്കലി അവർ ഹെൽത്ത് പ്രൊമോട്ടിംഗ് ആൻഡ് ഹെൽത്ത് കോംപ്രമൈസിങ് ബിഹേവിയേഴ്സ്, പിന്നെ ലൈഫ് സ്റ്റൈൽ ആൻഡ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്രോണിക് ഡിസീസസ്. ഇവിടെ ഏതൊക്കെ ഡിസീസസ് നോക്കണമെന്നുള്ളത് സ്പെസിഫിക്കലി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ദെൻ വി ഹാവ് സൈക്കോളജി ആൻഡ് ടെക്നോളജി ഇന്റർഫേസ്. അതിന്റെ ഭാഗമായിട്ട് ഡിജിറ്റൽ ലേണിംഗ് ആൻഡ് ദെൻ ഡിജിറ്റൽ എറ്റിക്കറ്റിന്റെ ഭാഗമായിട്ട് സൈബർ ബുള്ളിങ്, ദെൻ സൈബർ പോർണോഗ്രാഫി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ സൈബർ പോർണോഗ്രാഫിയുടെ കൺസെപ്ഷൻ, അതിന്റെ ഉപയോഗം, അത് കൊണ്ടുണ്ടാകുന്ന ഇംപ്ലിക്കേഷൻസ് ആൻഡ് എന്താണ് ആ ഒരു ഡിജിറ്റൽ യൂസേജിന് പേരൻസിന്റെ ഒരു ഇന്റർവെൻഷൻ എങ്ങനെ അവിടെ കൊണ്ടുവരാം എന്നുള്ളത്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഇതിന്റെ 10 മോഡ്യൂൾസിലൂടെ കവർ ചെയ്യാനായിട്ടുള്ളത്. നമുക്ക് ഈ സൈക്കോളജിയുടെ പേപ്പർ 1 ആൻഡ് പേപ്പർ 2 ക്ലാസ്സസ് അവൈലബിൾ ആണ്. നമ്മുടെ ക്ലാസ്സസിലൂടെ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്തിട്ടുള്ള വീഡിയോ ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അതേപോലെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക് വൈസ് ആയിട്ട് നോട്ട്സ് ഉണ്ടാകും. അപ്പൊ ഈ നോട്ട്സ് നമ്മൾ ലേറ്റസ്റ്റ് ആൻഡ് അപ്ഡേറ്റഡ് ആയിട്ടുള്ള നോട്ട്സ് ആണ് തരിക, പഴയ നോട്ട്സ് അല്ല. ഓരോ വർഷവും നമ്മൾ നോട്ട്സ് പുതിയതായിട്ട് പ്രിപ്പയർ ചെയ്താണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുക. ആൻഡ് ദെൻ വി വിൽ ഹാവ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. അതും ടോപ്പിക് വൈസ് ആയിട്ട് തന്നെയാണ് സോർട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്.
ആൻഡ് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ആൻഡ് ലൈവ് ആയിട്ടുള്ള റിവിഷൻ ആൻഡ് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസും ഇതിന്റെ ഭാഗമായിട്ടുണ്ടാകും. ആൻഡ് ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി വാലിഡ് ഫോർ 1 year. ഏതൊരു സമയത്ത് നിങ്ങൾ ഈ കോഴ്സിൽ ജോയിൻ ചെയ്തിരുന്നാലും ശരി, അതിനുശേഷം വരുന്ന 2 അറ്റംപ്റ്റ് വരെ നിങ്ങൾക്ക് പങ്കെടുക്കാനായിട്ട് സാധിക്കും. ഐഡിയലി നിങ്ങൾ ഒരു അറ്റംപ്റ്റിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പ്രിപ്പറേഷന്റെ ഫീസേ പേ ചെയ്യുന്നുള്ളൂ. ഇനി രണ്ടാമത് നിങ്ങൾക്ക് ഒന്നും കൂടെ അറ്റംപ്റ്റ് ചെയ്യേണ്ടി വന്നാൽ അതിന് വേറെ എക്സ്ട്രാ ഫീസ് ഒന്നും പേ ചെയ്യാതെ ആ ഒരു രണ്ടാമത്തെ അറ്റംപ്റ്റിനും കൂടി നിങ്ങൾക്ക് നമ്മുടെ എന്താ പറയേണ്ടത് ക്ലാസ്സസ് കണ്ടിന്യൂ ചെയ്യാം എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അപ്പോ ക്ലാസ്സസിൽ ജോയിൻ ചെയ്യുന്നതിന് എന്നെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അത് വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്താലും മതി. വാട്സാപ്പിൽ നമ്മൾ ഒരു ജനറൽ സ്റ്റഡി ഗ്രൂപ്പ് വാട്സാപ്പിൽ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാകും. ആ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താലും നിങ്ങൾക്ക് കോഴ്സിന്റെ അപ്ഡേറ്റ്സ് അവിടെ നിന്ന് ലഭിക്കുന്നതാണ്. Okay, so thank you very much for watching this lesson, and you have an excellent day ahead and wish you all the very best. See you in class.